സാജിദ് ഒന്ന് തുടരൂ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ടീം ഹാഷിർ അലി ചേരുന്നുണ്ട്. അദ്ദേഹം കരിപ്പൂർ വിമാനത്താവള ഉപദേശക സമിതി അംഗം കൂടിയാണ്. ശ്രീ ഹാഷിർ അലി, ഇപ്പോൾ തീർത്ഥാടകർ വലിയ ബുദ്ധിമുട്ട് നേരിടാൻ പോവുകയാണ്. കാരണം മറ്റുള്ള ഇടങ്ങളിൽ നൽകുന്നതിനേക്കാൾ അധിക തുക നൽകേണ്ടി വരുന്നുണ്ട് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകേണ്ടി വരുന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് നമുക്കൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുക? എന്ത് ഇടപെടലാണ് ഉണ്ടാകേണ്ടത്? പിന്നെ കോഴിക്കോട് എയർപോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. കാരണം ഇവിടെ വൈറ്റ് ബോഡി ഇറങ്ങുന്നില്ല. വൈറ്റ് ബോഡി ഇറങ്ങിയാലേ യാത്രക്കാരെ കൂടുതൽ ലഗേജും ചാർജും കുറയുള്ളൂ. അപ്പം ഇത് നാഥനില്ലാത്ത ഒരു എയർപോർട്ടായിട്ട് പോവുകയാണ് കോഴിക്കോട് എയർപോർട്ട്. കേരളത്തിലെ മറ്റുള്ള എല്ലാ എയർപോർട്ടും പ്രൈവറ്റൈസ് ചെയ്ത് ഇതിനൊരു നാദം വരണമെങ്കിൽ ഇനി ഇത് പ്രൈവറ്റൈസ് ചെയ്യണം. ഹജ്ജ് കമ്മിറ്റി ചെയ്യേണ്ടത് റീടെൻഡർ ചെയ്യണം. ഈ വിവരം കിട്ടിയ ഉടനെ 2 ദിവസം മുമ്പ് മീഡിയ വണ്ണിനായിട്ട് ഞാൻ സംസാരിച്ചത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് വിശ്വാസം വന്നത് ഇപ്പോഴാണ്. നമുക്ക് വിശ്വാസം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നത്. പക്ഷെ ഞാൻ 2 ദിവസം മുമ്പ് അറിയിച്ചല്ലോ. എന്നെ മീഡിയ ക്രൂ വന്ന് എന്നെ ഷൂട്ട് ചെയ്തല്ലോ. നമുക്ക് ഷൂട്ട് ചെയ്യണം, ദൃശ്യങ്ങൾ എടുക്കണം, എന്നിട്ടാണല്ലോ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ, ഇതിന്റെ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണല്ലോ ഹാഷിർ അലി താങ്കളെ വിളിച്ചത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മീഡിയ വൺ അപ്രോച്ച് ചെയ്തത്. തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വികാരം പങ്കുവെക്കുകയാണ്. ഓക്കെ, യെസ്. നമ്മൾ ഒരു ദിവസത്തെ ഡിലേ ഉണ്ടായത് MP-യുടെ പ്രതികരണം കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടെൻഡർ അപ്പൊ തന്നെ അത് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ വാർത്ത അന്ന് അതിനാണല്ലോ നമുക്ക് ദൃശ്യ ചാനലുകളൊക്കെ ഉടനെ ഈ വാർത്ത വന്ന ഉടനെ ഞങ്ങൾ ഇത് റീടെൻഡർ ചെയ്യണമെന്ന് 2-3 ആൾക്കാരോട് ഇത് കണ്ടപ്പോ പറഞ്ഞു. ആരുമില്ല കോഴിക്കോടിന് വേണ്ടി സംസാരിക്കാൻ. ഇല്ല, MP-ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉപദേശ സമിതിക്കോ മറ്റേനൊന്നും ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഹജ്ജ് കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എന്താണ് ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? നമുക്ക് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത അതിലൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഹാജിമാര് ഈ കൊച്ചിയിലും കണ്ണൂരിനെക്കാട്ടി ഇരട്ടി ഹാജിമാര് പോകുന്ന സ്ഥലം കോഴിക്കോടാണ്. ഇത് സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ റീടെൻഡർ ചെയ്യാലോ. കോഴിക്കോട് എയർപോർട്ട് ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ കോഴിക്കോട് വൈറ്റ് ബോഡി എയർപോർട്ട് വിമാനങ്ങൾ ഇറങ്ങട്ടെ. എന്തുകൊണ്ട് കോഴിക്കോട് എല്ലാ പ്രശ്നങ്ങൾ തീർത്തല്ലോ. ടച്ച് ലൈൻ ഫിറ്റ് ചെയ്തു, മറ്റേ അപ്രോച്ച് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തു, എല്ലാ മറ്റേ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു. പിന്നെ മന്ത്രി വാശി പിടിച്ചിട്ടാണ് സ്ഥലം അതും കിട്ടി. പിന്നെന്താ വൈറ്റ് ബോഡി ഇറങ്ങിയാല് 15 വർഷത്തോളം വലിയ വിമാനങ്ങൾ ഇവിടെ ഇറങ്ങിയതല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനങ്ങള്. ശരി, താങ്ക് യു സർ. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. യെസ്, സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ ഈ നമ്മൾ MP-യുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ റീടെൻഡർ വേണമെന്നുള്ളൊരു ആവശ്യമാണ്. അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ഈ റീടെൻഡർ നടന്നാൽ തന്നെ ഈ സൗദി എയർലൈൻസ് പോലുള്ള ഈ കമ്പനികൾ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ചെറിയ വിമാനം എന്ന നിലയ്ക്കാണ് എയർ ഇന്ത്യ ഈ സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഹാഷിർ അലി സൂചിപ്പിച്ച പോലെ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയാൽ മാത്രമേ ഈ മറ്റ് കമ്പനികൾ, പ്രത്യേകിച്ച് സൗദി എയർലൈൻസ് പോലുള്ള ഈ വിമാന കമ്പനികൾ ഇവിടെ നിന്ന് സർവീസ് നടത്താൻ തയ്യാറാകുകയുള്ളൂ. വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുകയാണെങ്കിൽ ഈ കണ്ണൂരിനേതിന് സമാനമായില്ലെങ്കിൽ നെടുമ്പാശ്ശേരിക്ക് സമാനമായ രീതിയിൽ ഈ യാത്ര നടത്താൻ കഴിയും. ഒന്നിച്ച് ഈ വിമാന കമ്പനികൾക്ക് ആളുകളെ കൊണ്ടുപോകാനും കൂടുതൽ ലഗേജ് കൊണ്ടുപോകാനും കഴിയും. എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. നിലവിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ റീകാർപ്പറ്റിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൺവേയുടെ വലിപ്പം കൂട്ടുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും കരിപ്പൂരിൽ ഉണ്ട്. അതുകൊണ്ട് ഈ ഹജ്ജ് വിമാനങ്ങൾക്കെങ്കിലും ഇത്തരം ഒരു ഇളവ് നൽകി വലിയ വിമാനങ്ങൾ ഇറക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അങ്ങനെ റീടെൻഡർ നടത്തുകയാണെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ. അല്ലാതെ ഇപ്പോഴുള്ള ഈ ചെറിയ വിമാനങ്ങൾ തന്നെ റീടെൻഡർ നടത്തിയാലും ഈ കൂടുതൽ കമ്പനികൾ ഇവിടെ നിന്ന് സർവീസ് നടത്താൻ തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. രേഷ്മ, ശരി.